ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് വണ്ടി നിർത്തിയതൊന്നും ഓർമ്മയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് വരെ എനിക്ക് ഓർമ്മയില്ല. വണ്ടി നിർത്തി നല്ല ഉറക്കം വന്നു. ഞാൻ കണ്ട സ്ഥലത്ത് വണ്ടി സൈഡാക്കി ഉറങ്ങി കേട്ടോ. ഇപ്പം സമയം 5:40. നമുക്ക് ഇവിടുന്ന് വിടാം. കർണാടക എത്താറാകുമ്പോഴത്തേക്ക് തണുപ്പ് കൂടാൻ തുടങ്ങി കേട്ടോ. നല്ല തണുപ്പ്. ഞാൻ ഇതേപോലെ ഗ്ലാസ് കയറ്റി വിട്ടിട്ട് വണ്ടി ഓടിച്ചിട്ടില്ല കേട്ടോ. അസാധ്യ തണുപ്പ്. നൈസ് റൂട്ടാണ്. കൃഷ്ണഗിരി റൂട്ടൊക്കെ അടിപൊളി റൂട്ടാട്ടോ. ഒരുപാട് കയറ്റവും വളവും തിരിവും നല്ല ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. നമ്മളെ കമ്പനി വണ്ടി തന്നെ ഒരുപാട് അപകടം സംഭവിച്ച സ്ഥലം കേട്ടോ കൃഷ്ണഗിരി കയറ്റം. മരിച്ചു പോയിട്ടുണ്ട് ഡ്രൈവേഴ്സ്. ആ കയറ്റം ഇറക്കത്തിലാണ് പ്രശ്നം. കയറ്റം കയറുമ്പോൾ വലിയ പ്രശ്നമില്ല. രാവിലെ തന്നെ നെഗറ്റീവ് വൈബ്സ്, നോൺ നെഗറ്റീവ് വൈബ്സ്. അപ്പോൾ ഞാൻ ലേറ്റായി, നല്ല രീതിയിൽ ലേറ്റായി. എനിക്ക് ഉറക്കം വന്നു, തീരെ നടന്നില്ല. നമുക്ക് പോവാം. എന്താ പറയുന്നത് വെച്ചാൽ പറയട്ടെ. അങ്ങനെ ആ വലിയ കയറ്റം കയറാൻ പോകും കേട്ടോ. ഇച്ചിരി ടെൻഷൻ ഉണ്ട് എനിക്ക്. അന്ന് ഈ കയറ്റം ഉള്ളതുപോലെ അറിയണേ ഈ കയറ്റം കയറ്റിയായിരുന്നു കേട്ടോ. ഓരോ വണ്ടി എഴഞ്ഞ കയറുക കണ്ടോ. അമർന്നാട്ടോ കയറണേ. ഇവിടുന്ന് ഒരുപാട് അപകടം സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇറക്കത്തില് ബ്രേക്ക് കിട്ടാണ്ടും കൺട്രോൾ പോയിട്ടൊക്കെ വണ്ടി കൊണ്ടുപോയിട്ട് അധിക ദിവസവും ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് ആയിരുന്നു. ഓരോ ദിവസവും ഉണ്ടാവും ഇങ്ങനെ അപകടം പറ്റിയെന്ന് പറഞ്ഞിട്ട്. ഇവിടെ എന്തോ കുഴി പോലത്തെ ഹമ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെ മുകളിലോട്ട്. ഞാൻ കാണിച്ചു തരാം. നോർമലി ഹമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കല്ലേ ഉണ്ടാവുക. ഇത് ഡിപ്പാക്കി വെച്ചേക്കുക. അതിൻ്റെ അകത്ത് ചാടുമ്പോൾ മറ്റേ ലീഫൊക്കെ പൊട്ടിയിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്ന കേട്ടു. ഇതിപ്പോൾ എനിക്ക് ടാസ്ക് കിട്ടുമല്ലോ. സെക്കൻഡ് ഗിയറിലേക്ക് ഇടേണ്ടി വരും. അതൊരു പണിയാണ്. കഴിഞ്ഞ തവണ ഈ വർക്ക് ചെയ്യാത്ത സമയത്താണ് ഞാൻ വണ്ടിക്ക് വർക്ക് ചെയ്തില്ല. അത് ചെയ്യാത്ത സമയത്തായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ ഇത് കയറിയത്. അന്ന് ഞാൻ ഫുള്ള് ഫസ്റ്റില് സെക്കൻഡിലാട്ടോ ഈ കയറ്റം കയറിയ. ഇതിപ്പോൾ തേർഡിലാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊന്നും വണ്ടി കയറ്റം കയറുന്നതെന്നുള്ളതൊന്നും മൈൻഡാക്കൂല. പെട്ടെന്ന് ഫ്രണ്ടിലെല്ലാം വന്നിട്ട് വെട്ടിച്ചളി. വണ്ടി സെക്കൻഡ് ഗിയറിലേക്ക് വന്നു കേട്ടോ. തേർഡിൽ വലിയണില്ല. സെക്കൻഡ് ഗിയറിൽ ഞാൻ അധികം ആക്സിലേറ്റർ ചെയ്യാണ്ട് കേട്ടോ പൊക്കോണ്ടിരിക്കണേ. കയറ്റം കയറി കേട്ടോ. അമ്മേ ഇതൊക്കെ സംഭവിച്ചേ. എമ്പ് കുഴിയാണ് കണ്ടേ. എന്ത് വൃത്തിയിട്ട സാധനമാണെന്നറിയോ കേട്ടോ. കണ്ടോ, ശരിക്കും ബുദ്ധിമുട്ടാട്ടോ ഈ സാധനം. വണ്ടി തെറിക്കുക ചെയ്യുക, നമ്മളെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുക ചെയ്യുക. ഒരു 60 സ്പീഡിലൊക്കെ വരുന്ന വണ്ടിയാണെങ്കിൽ പോലും വണ്ടി കംപ്ലീറ്റ് ആയിട്ട് കയ്യിൽ നിന്ന് ഇങ്ങനെ വാരി എടുക്കുക ചെയ്യാം. എന്ത് സയന്റിഫിക്കലി നോക്കിയിട്ടാണ് ഇവർ ഈ സാധനം വെച്ചേക്കണേന്ന് അറിയില്ല. ഒരുപാട് വണ്ടിയുടെ ലീഫും പിന്നെ ആക്സിലൊക്കെ ഒടിഞ്ഞിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. മാറി വരുന്നുണ്ട്. ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥയായിട്ടോ. മഴ പെയ്യുമെന്നറിയില്ല. ബാംഗ്ലൂരൊക്കെ മഴ പെയ്യണുണ്ടെന്ന് അറിഞ്ഞു. ഇത്രയും ദിവസത്തെ ചൂട് എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത ചൂടിന് ശേഷം നമ്മുടെ അടുത്ത ക്ലൈമറ്റിലേക്ക് പോവുകയാണ്. തണുപ്പ്, മഴ, അങ്ങനെയുള്ള ക്ലൈമറ്റ്. നാട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ മഴയാണ് എന്നൊക്കെ പറയുമ്പോൾ കൊതിയാവും. പക്ഷെ നാട്ടിലുള്ളവർ മഴേനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്നറിയില്ല, നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് കേട്ടോ. മാപ്പിലൊക്കെ ഫുള്ള് റെഡ് കളർ കാണിക്കണം. ഇപ്പം ഇവിടെ റോഡിന്റെ വർക്ക് നടക്കുന്നുണ്ട്. ഡൈവേഴ്ഷൻ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അടുത്ത വലിയ കയറ്റം വരുന്നുണ്ട് കേട്ടോ.
മെയിനായിട്ടുള്ള കയറ്റം വരാൻ തുടങ്ങിട്ടോ. അതിൻ്റെ ഇടയിലാണ് ഈ നാറികൾ ഈ സാധനം കൊണ്ടുവച്ചേക്കണത്. ഇത് വലിയ കയറ്റാട്ടോ, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അയ്യോ, വണ്ടീൻ്റെ ഊപ്പാടളകല്ലോ. നല്ല കയറ്റാണ്, മുകളിലൊക്കെ നല്ല വണ്ടികളുണ്ട്, തിരക്കുണ്ട്. ഇറങ്ങി വരുന്നെടുക്ക ഉണ്ട്. അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണെന്നാ പറയണേ, സ്പീഡ് കൂടാണ്ടിരിക്കാൻ. പക്ഷെ ഒരു പെർട്ടിക്കുലർ സ്പീഡിൽ വരുന്ന വണ്ടി, ഒരു ഗിയറിൽ താങ്ങി വരുന്ന വണ്ടി എന്തായാലും ഒരു സ്പീഡിൽ തന്നെയല്ലേ വരിക, ഇട്ടടിച്ചിട്ടാണ് വരിക. ഞാൻ നോക്കട്ടെ, ഞാനിതെങ്ങനെ കയറ്റും നോക്കട്ടെ. കയറ്റം കേറുന്നിടയ്ക്ക് എന്തിനാ വെച്ചേക്കണെന്നാണ് ഞാൻ ആലോചിക്കണത്. ഒരു മൊമെന്റത്തിലങ്ങ് കേറുന്നവരെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട്. ഫോറസ്റ്റ് ഏരിയ കേട്ടോ, റിസർവ്ഡ് ഫോറസ്റ്റ് ആണ്. നമുക്ക് ലെഫ്റ്റ് ലൈന് പിടിക്കാം. നമ്മളെ വണ്ടി എന്തായാലും കുറച്ച് സമയം കഴിയുമ്പോൾ പെടാൻ തുടങ്ങും. ആ വണ്ടീൻ്റെ ലീഫ് ഒടിഞ്ഞിട്ട് തൂങ്ങിയൊക്കെ എടുക്കുക. ഡു നോട്ട് സ്റ്റോപ്പ് വെഹിക്കിൾ ഇൻസൈഡ് ഫോറസ്റ്റ്. സമയം ഇപ്പോൾ 9:10. എൻ്റെ അടുക്ക് തന്നെ ഒസൂര് ബസ് സ്റ്റാൻഡിൻ്റെ അടുക്ക് തന്നെ റൈറ്റിലേക്ക് കട്ട് ചെയ്യാനാണ് പറഞ്ഞത്. RTOന് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞു, റൂട്ട് ഫോളോവർ. അപ്പോൾ ഞാൻ ഒസൂര് ബസ് സ്റ്റാൻഡിലെത്തിയിട്ട് എനിക്ക് RTO ചെക്ക് പോസ്റ്റ് കാണുന്നില്ല ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുന്നേ. ഞാനപ്പോൾ വിചാരിച്ച് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് RTO ചെക്ക് പോസ്റ്റിൽ പൈസ കൊടുത്തിട്ട് U-ടേൺ അടിച്ചിട്ട് വരണമെന്ന് വിചാരിച്ച്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മേ ബി ഇവിടുന്ന് റൈറ്റിലേക്ക് പോണ സമയത്ത് അവിടെ വേറെ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലോ എന്ന് ആലോചിച്ചു കുറച്ച് മുന്നോട്ട് പോയി വഴി മാറി. എന്നിട്ട് U-ടേൺ അടിക്കാൻ കുറേ കഷ്ടപ്പെട്ടു. ഞാൻ എവിടെ U-ടേൺ അടിക്കാൻ നോക്കിക്കഴിഞ്ഞാലും പ്രശ്നങ്ങളാണ്. എന്ന് വെച്ചെങ്കിൽ ആരും തെറിയൊന്നും പറഞ്ഞില്ല, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെയ്ത. ബാക്കെല്ലാം കാണിച്ചു തരും, ആൾക്കാർ വന്നിട്ട് പിറകോട്ട് പോവാ മുന്നോട്ട് പോകും, ആ സൈഡൊക്കെ പറഞ്ഞു തരുമൊക്കെ ചെയ്ത്. അവിടെ വലിയ കുഴപ്പമുണ്ടായില്ല. ഹോസ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൂടി, ആ റൂട്ടിലേക്ക് കൂടിയാണ് ഇപ്പോൾ പോണത്. ആദ്യം തമിഴ്നാടിൻ്റെ റോഡ് കഴിയണ ഒരു ചെറിയ റോഡായിരുന്നു, ഒരു ടൗണിലേക്ക് കൂടിയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം അത്യാവശ്യം വലിയ റോഡായിട്ടുണ്ട്, കുഴപ്പമില്ല. എനിക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കണം, പല്ല് കേൾക്കണം. ഭക്ഷണം മസ്റ്റാണ്. ഇന്നലത്തെ പോലെ ഞാൻ ഭക്ഷണം കഴിക്കാണ്ട് പണി വാങ്ങിക്കെട്ടത്തില്ല. ഇനി കർണാടക ചെക്ക് പോസ്റ്റ് ഇവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഇല്ല എന്നാണ് എന്നോട് പറഞ്ഞത്. തമിഴ്നാട്ടിൽ മാത്രമാണ് പൈസ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത്. പിന്നെ തമിഴ്നാട്ടിലെയും കർണാടകത്തെയൊക്കെ ചെക്ക് പോസ്റ്റിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ 1500 രൂപയൊക്കെയാണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. ഓക്കെ, അതിൻ്റെ അകത്ത് ഡ്രൈവേഴ്സിനപ്പം 100 രൂപ തിരിച്ചു തരും കേട്ടോ. അത് കണക്കിന് പെടില്ല. എനിക്ക് തോന്നുന്നു കുറേ ദിവസത്തിന് ശേഷം ഒഫീഷ്യലി നമ്മളിപ്പം വേറെ സ്റ്റേറ്റിലേക്ക് കടന്നിരിക്കുകയാണ്. കർണാടകയിലേക്ക് കൂടിയാണ് ഞാൻ ഇപ്പോൾ പോകണമെന്നാണ് എനിക്ക് തോന്നണം കേട്ടോ. സ്വാഭാവികമാണ്, ഒസൂര് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബാംഗ്ലൂർ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കർണാടക, ഈ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ RTO ചെക്ക് പോസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കർണാടക ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. 98 കിലോമീറ്ററിന് എനിക്ക് ഡെസ്റ്റിനേഷനിലേക്ക് ഉണ്ട്. ഈ കയറ്റമൊക്കെ കയറുന്ന സമയത്ത് എനിക്ക് ദയവ് ഇത് ചെറിയ വണ്ടി വലിയ വണ്ടി എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊച്ചിക്കല്ല, ആ രീതിയിൽ പറയല്ല. കാറൊക്കെ ഓടിക്കുന്ന ആൾക്കാർ മാക്സിമം കയറിപ്പോകുന്ന വണ്ടിക്ക് മുന്നിലേക്ക് പെട്ടെന്ന് വട്ടം ചാടും അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട് എത്ര കഷ്ടപ്പാടുണ്ട്. ഒരു ഗിയർ മാറ്റണം എന്നുണ്ടെങ്കിൽ തന്നെ ഇല്ല, ഒന്ന് ഡൗൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇൻ കേസ് അത് കറക്റ്റ് ആ ഗിയറിലേക്ക് വീണിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി മൊത്തം നിർത്തി, ആ കയറ്റത്തിലാണെങ്കിലൊക്കെ C ഗിയറിലൊക്കെ ഇട്ടിട്ട് വേണം വണ്ടി പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട്.
സോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറ്റം കയറുന്ന വണ്ടിക്ക് എപ്പോഴും പ്രാധാന്യം കൊടുക്കുക. അത് ലോഡ് വണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് പ്രാധാന്യം കൊടുക്കുക. പറഞ്ഞതിനെ കൊണ്ടൊന്നും വലിയ മാറ്റമൊന്നും വരാനൊന്നും പോകുന്നില്ല. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, ഇൻ കേസ് നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ, കയറ്റം കയറുന്ന വണ്ടിയാണ് മുന്നിലുള്ളതെങ്കിൽ ഒന്ന് ഹോൺ അടിച്ച്. എല്ലാവർക്കും അറിയാം ഈ വണ്ടി ഇങ്ങനെ പോകത്തുള്ളൂ, ഈ സ്പീഡിലേ പോകാൻ പറ്റുള്ളൂ. പിറകിന് ഹോൺ അടിച്ചതിനെ കൊണ്ട് റോഡിന് വീതി കൂടുവോ അല്ലെങ്കിൽ വണ്ടീൻ്റെ സ്പീഡ് കൂടുകയോ ചെയ്യാൻ പോണില്ല. മുന്നിൽ നിൽക്കണേ ആ സ്പീഡിൽ മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ പിറകിന്ന് ഹോൺ അടിച്ച് പിടിക്കുക, പെട്ടെന്ന് മുന്നിൽ കയറി വന്നിട്ട് വട്ടം ചാടുക, സൈഡ് കൊടുത്തില്ല എന്നും പറഞ്ഞിട്ട് തെറി വിളിക്കുക. ഈ പരിപാടിയൊന്നും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് മാറ്റാൻ ശ്രമിക്കുക കേട്ടോ. ലോഡ് കയറുന്ന വണ്ടി അത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റാണ് നിങ്ങൾക്ക് ചിലപ്പം ലേറ്റ് ആകാനുണ്ടാകുക. ഓക്കെ, 5-2 മിനിറ്റ്. നോർമലി പോകുന്നതിൻ്റെ കാട്ടി 2 മിനിറ്റ് ചിലപ്പോൾ ലേറ്റ് ആവും. അത് നിങ്ങൾക്ക് ഫ്രണ്ടിൽ പോയി കഴിഞ്ഞാൽ മേക്കപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതൊന്നും മനസ്സിലാക്കുക. സോറി, ഇത് തമിഴ്നാട് തന്നെയാണ് കേട്ടോ, കർണാടക അല്ല, തമിഴ്നാട് തന്നെയാണ്. വണ്ടീൻ്റെ നമ്പർ പ്ലേറ്റ് ഒക്കെ തമിഴ്നാട് തന്നെയാണ് അതിൻ്റെ. പിന്നെ അവിടെ തമിഴ്നാടിൻ്റെ ഒരു പോലീസിൻ്റെ ഡിവൈഡർ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ടൗണിലേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുക. ഇത് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒസൂരിൽ നിന്ന് മാലൂര് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകുന്ന റോഡിലേക്ക് കൂടിയാണ് ഞാൻ പോകുന്നത് കേട്ടോ. അടിപൊളി റോഡാണ്. 2 സൈഡും ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൂവൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റണില്ല, കാരണം ചെറിയ റോഡാണ് കണ്ടോ. പിറകിലൊക്കെ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കൽ കുറച്ച് പണിയാണ്. ഓടുണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. പിറകിലൊക്കെ ഒരുപാട് വണ്ടി ഉണ്ട്. അവർക്കൊക്കെ ഒന്ന് സൈഡ് കൊടുക്കാന്ന് വെച്ചിട്ടാ. അവയെ എല്ലാവരും എൻ്റെ പിറകിൽ നിന്ന് കഷ്ടപ്പെടുന്നു. കുറച്ച് വണ്ടികളങ്ങ് പോട്ടെ. അവിടെയൊക്കെ കണ്ടോ, അതെന്തോ ക്യാബേജ് കൃഷിയും കണ്ടാണ് തോന്നുന്നു കേട്ടോ. ഈ റോഡ് മുഴുവൻ അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശരിക്കും ഹൈവേയിലേക്ക് കൂടി പോണതിനെക്കാട്ടിയും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ റോഡിലേക്ക് കൂടി പോകണം കേട്ടോ. ഇങ്ങനത്തെ റോഡിലേക്ക് കൂടി പോകുമ്പോഴാണ് നമുക്ക് ഒരുപാട് കൾച്ചർ കാണാൻ പറ്റുക, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റുക, കൃഷികൾ കാണാൻ പറ്റുക. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ സംഭവങ്ങളൊന്നും ആയിരിക്കും. ഹൈവേയിലേക്ക് കൂടി പോകുമ്പോൾ റോഡ് സൈഡിൽ കാണുന്ന പോലത്തെ ആൾക്കാരെ ആയിരിക്കില്ല ഉള്ളിലേക്ക് കൂടി പോകുന്നത്. ഇപ്പൊ തന്നെ നല്ല മൂടിക്കെട്ടിയിട്ടുള്ളത്. ഒരുപാട് ഓടിന്റെ ഇഷ്ടികയുടെ ഒക്കെ ഫാക്ടറീസ് ഉണ്ട് കേട്ടോ അവിടെ. എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി റൂട്ടാണ്, നല്ല ക്ലൈമറ്റ്, 2 സൈഡും കൃഷി, മരങ്ങള്, മരത്തിൻ്റെ ഇടയിലെ കൂടി റോഡ്, നൈസ് വൈബ് കേട്ടോ. ഊട്ടിയിലൊക്കെ കയറി പോകുന്ന പോലത്തെ ഒരു ഏരിയ കേട്ടോ, അടിപൊളി. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടോ, എനിക്ക് പ്രിന്റ് എടുക്കാനുണ്ട് കുറച്ച്. എന്താ ഏരിയ എന്ന് നോക്കിയാൽ ഇത് പൈൻമരല്ലേ, പൈനാണോ ഓക്കാണോ അറിയില്ല. സമയം ഇപ്പം 12:17 ഞാൻ വേറൊരു ഹൈവേയിലേക്ക് കയറി കേട്ടോ. ആകാശമൊക്കെ നോക്കി നല്ല ഇരുട് മൂടി കിടക്കാണ്. രാവിലെ മുതലേ ഇങ്ങനെ കാർമേഘം കയറി കിടക്കാണ്. പക്ഷെങ്കിൽ ഇതുവരെയായിട്ട് മഴയൊന്നും പെയ്തിട്ടില്ല. എനിക്ക് നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. പക്ഷെ ഒരു ഫുഡ് കഴിക്കാൻ ഒരു നല്ല സ്ഥലമൊന്നും കിട്ടിയില്ല. അപ്പോൾ എവിടെയെങ്കിലും നല്ല ഹോട്ടൽ നോക്കിയിട്ട് നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണം. ഈ റോഡ് ശരിക്കും ബാംഗ്ലൂരിന് നമ്മൾ റൗണ്ട് അടിക്കുക ചെയ്യുന്നത് കേട്ടോ. ബാംഗ്ലൂരിൻ്റെ സിറ്റീൻ്റെ പുറത്തേക്ക് കൂടി. ഞാനിപ്പോൾ അവിടെ ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് ബോർഡ് കണ്ടു. ഐ മീൻ ഇലക്ട്രോണിക് സിറ്റിയിലേക്ക് ജസ്റ്റ് എൻട്രി ചെയ്യാനുള്ള ബോർഡ് തന്നെ കണ്ടു കേട്ടോ. അല്ലാണ്ട് ഇലക്ട്രോണിക് സിറ്റി ഇത്ര കിലോമീറ്റർ എന്ന് വെച്ചിട്ടല്ലായിരുന്നു ബോർഡ്. ഇലക്ട്രോണിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് തന്നെയായിരുന്നു ബോർഡ് ഉണ്ടായിരുന്നത്. ലെഫ്റ്റിലേക്ക് സർവീസ് റോഡും കൊടുത്തിട്ട്. സമീപം 1:15 കേട്ടോ. ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തി. ഇനി ആകെ 10 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക്. ഞാൻ കഴിച്ചിട്ട് പോവാം, വിശക്കണ വന്നിട്ട്. ഒരു ചിക്കൻ റൈസ്, ഒരു ഗോബി ചില്ലി കേട്ടോ, കഴിക്കട്ടെ. 210 രൂപ രണ്ടും കൂടെ, അല്ല ഇതും കൂടെ. ഒരു നല്ല മുട്ടൻ പണി ഇട്ടിട്ടുണ്ട്. ഞാൻ
അടിച്ച ലൊക്കേഷൻ മാറിപ്പോയി. അടിച്ച ലൊക്കേഷനല്ല, ഞാൻ കറക്റ്റായിട്ടുള്ള ലൊക്കേഷനിലേക്കാണ് വന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ ആ സാധനം സെല്ല് ചെയ്തു വേറൊരു ലൊക്കേഷനിലുള്ള സ്ഥലത്തേക്ക്. അപ്പം ഞാനത് ഡയറക്റ്റ് അവർ സെല്ല് ചെയ്ത സ്ഥലത്തേക്കാണ് കൊണ്ടു കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞത്. ഒരു 56 കിലോമീറ്റർ ഞാൻ വന്ന വഴി മുന്നെയാണ് ആ ലൊക്കേഷൻ. എന്നോട് ഇതാരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ബില്ലിൽ നോക്കിയിട്ട് ഇവിടുത്തെ ലൊക്കേഷൻ നോക്കിയിട്ടാണ് വന്നത്. ഇനി 1 മണിക്കൂർ 1.5 മണിക്കൂർ ഞാൻ തിരിച്ച് വന്ന വഴി പോകണം. ഷോ ഇതിപ്പം ലൊക്കേഷൻ വരുന്നത് വൈറ്റ് ഫീൽഡിന് അടുത്താട്ടോ. ബാംഗ്ലൂരിന്റെ സിറ്റിക്കുള്ളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഫീൽഡിന്റെ അടുത്താണ്. വൈറ്റ് ഫീൽഡ് ഞാനിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് 10 കിലോമീറ്ററാണ് വൈറ്റ് ഫീൽഡിലേക്കുള്ളത്. എനിക്ക് ഡെസ്റ്റിനേഷൻ 4 കിലോമീറ്ററിലും. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ടൗണിൻ്റെ ഉള്ളിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കണേ. ഉള്ളിലെത്തില്ല, അതിന് മുന്നേ റൈറ്റിലേക്ക് ടേൺ ചെയ്യും. ഈ സമയം ഇപ്പം 3:40. ഞാനിവിടെ എത്തിട്ടോ. എവിടെ പോയാലും പണി കിട്ടുമെന്ന് പറഞ്ഞ പോലെ ഞാൻ അവിടെ കുറച്ച് വണ്ടികൾ ഇങ്ങനെ സൈഡിൽ റോഡ് സൈഡിൽ ഇത് കണ്ടോ, ഇതേപോലെ റോഡിൻ്റെ സൈഡിലായിട്ടാണ് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് കയറുകയാണ്. അത് പിറക് സൈഡിലാണ്. ഇവിടുന്ന് അങ്ങോട്ടേക്കാണ് കയറി പോകേണ്ടത്. അപ്പോൾ ഞാൻ 2-3 വണ്ടി അവിടെ സൈഡിൽ വെച്ചിട്ട് കണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ദൂരേക്ക് നോക്കിയപ്പോൾ സെക്യൂരിറ്റി ഇങ്ങനെ കയറിക്കോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഓടിച്ച് ഉള്ളിലേക്ക് കയറ്റാൻ നോക്കുമ്പോൾ ഗേറ്റ് പാസ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗേറ്റ് പാസ് ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ ബില്ലെടുത്ത് കൊടുത്തപ്പോൾ പറഞ്ഞു ഗേറ്റ് പാസ് വേണം, ഗേറ്റ് പാസ് ഇല്ലാണ്ട് അകത്ത് കയറാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഗേറ്റ് പാസ് എവിടെ നിന്ന് വെച്ചാൽ വണ്ടി സൈഡാക്കിയിട്ട് അകത്ത് പോയിട്ട് ഗേറ്റ് പാസ് വാങ്ങണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് റിവേഴ്സ് എടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റണില്ല. ഇതേപോലത്തെ റോഡാണ്, വണ്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറേ സമയം എടുത്ത് റിവേഴ്സ് എടുത്ത് എന്നിട്ട് അവിടുന്ന് മുന്നോട്ട് കയറ്റി വെച്ചു. ഇനിയിപ്പം ഞാൻ ഉള്ളിലേക്ക് കയറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റിവേഴ്സ് ഈ റോഡിലേക്ക് കൂടി എടുത്തിട്ട് ഉള്ളിലേക്ക് കയറണം. ടാസ്ക് ആരെയാണോ പണിയേണ്ടത്? 1/2 മണിക്കൂർ എടുക്കും ഗേറ്റ് പാസിന് എന്നാണ് പറഞ്ഞത്. ഞാനൊരു 1 മണിക്കൂർ ഉറങ്ങിയിട്ട് പോവാ. ഓക്കെ, സമയം ഇപ്പം വൈകുന്നേരം 5:10. എനിക്ക് ഗേറ്റ് പാസ് കിട്ടി കേട്ടോ ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട്. എൻ്റെ വണ്ടി ഇതോ അവിടെയാണുള്ളത്. ഒരു സ്കൂട്ടിയും വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ പറഞ്ഞു. ഇങ്ങോട്ടേക്കാണ് എനിക്ക് കയറ്റേണ്ടത്. അങ്ങോട്ടേക്ക് റിവേഴ്സ് ഇട്ടിട്ട് വേണം ഇങ്ങോട്ടേക്ക് കയറ്റാൻ വേണ്ടി. റോഡിലാണെങ്കിൽ ഫുൾ ടൈം വണ്ടി വന്നുകൊണ്ടേയിരിക്കും. ഉണ്ടോ, മരത്തിൻ്റെ ചില്ലയും കൂടി ഉണ്ട്. ഇതും കൂടെ നോക്കേണ്ടി വരും. അയ്യോ, റിവേഴ്സ് എടുക്കട്ടെ. എനിക്ക് റിവേഴ്സ് എടുക്കേണ്ട വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ നടക്കൂല, അല്ലെങ്കിൽ തെറിയായിരിക്കും. ഞാൻ എടുത്തു നോക്കട്ടെ. പണി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അങ്ങോട്ടേക്ക് റിവേഴ്സ് ഇടാനാണ് പറഞ്ഞത്. ഇവിടുന്ന് ഞാൻ എങ്ങനെ റിവേഴ്സ് ഇടുമെന്നാണ് ഞാൻ ആലോചിക്കണം. അങ്ങോട്ട് ഫ്രണ്ട് പോയാൽ കിട്ടുമോയെന്ന് അറിയില്ല. ഇവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി നിരോധിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. വെറുതെ പണി കിട്ടാൻ കഴിയില്ല. എങ്ങനെയെങ്കിലും എടുത്ത് വെക്കട്ടെ ഞാൻ. ഓക്കെ, എൻ്റെ ഡീസലിൻ്റെ വാണിംഗ് ലാമ്പും കത്തി തുടങ്ങി കേട്ടോ. എത്ര മൈലേജ് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇപ്പോൾ സമയം 6:50. ഇവിടെ ഇറക്കി കേട്ടോ. ഇനി ടാർപ്പായും ചെയിനൊക്കെ എടുത്ത് മാറ്റി വെക്കാനുണ്ട്. ഇവിടുന്ന് ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെട്ടു. ഒരു 100 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും അത് കണ്ടോ, ചതുപ്പാണ്. ആ ചതുപ്പിലേക്ക് കൂടിയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടാണ് വണ്ടി തിരിച്ച് അങ്ങോട്ടേക്ക് കയറ്റി കേട്ടോ. ഇതിന് പകരം അങ്ങനെ വളച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ വരുന്ന വണ്ടികൾ മുഴുവൻ സിംഗിൾ ക്രൗൺ ആണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടായിട്ടും ഇവിടുന്ന് വളച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടാകുക. ഇല്ല, ആ വണ്ടി അവിടെ ഇല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാമായിരുന്നു. കുറച്ച് ലെങ്ത്ത് കിട്ടായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് ഞാൻ ഈ താർപ്പായെല്ലാം ഇടുന്നെങ്കിലും ഒന്ന് മടക്കി വെക്കട്ടെ. പെട്ടെന്ന് സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി വെച്ച് ഇനി ഇത് മുഴുവൻ ഞാൻ മടക്കി വെക്കേണ്ട കാര്യം ആലോചിക്കുമ്പോഴാണ്. എന്നെ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതിൻ്റെ അകത്തുനിന്ന് അവർ എന്നെ ഇതൊന്നും മടക്കി വെക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. ടാർപ്പായൊന്നും എന്നോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങണം, അൺലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വെയിറ്റിംഗ് ഇല്ല, അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞു. മനസ്സിലാക്കേണ്ടത് ഇവരെ
സാധനം പ്രോപ്പറായിട്ട് സെക്യൂറായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് മടക്കി വെക്കാനും അകത്തേക്ക് കയറ്റി വെക്കാനും അവർ സമ്മതിച്ചില്ല. പല സ്ഥലത്തും ഇങ്ങനെ തന്നെ കേട്ടോ. അവർ പറഞ്ഞു പറ്റില്ല, ഇറങ്ങിക്കോന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് വോയിസ് ഇല്ല അവിടെ. ഞാൻ എന്ത് ചെയ്താ റോഡിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ഇതൊക്കെ കവർ ചെയ്യാം കേട്ടോ. അല്ല എടുത്ത് വെക്കുക കേട്ടോ. അതെ.